ഹായ്. അപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് ചെടി വാങ്ങിക്കാൻ എത്തിയ അതിഥികളാണ് കേട്ടോ. ഇന്ന് കുറേ പേരുണ്ടായിരുന്നു, രാവിലെ മുതൽ നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഓമല്ലൂരല്ലേ വീട്, അടൂരിൽ നിന്ന് വന്നേ, ഒരുപാട് ദൂരെ നിന്ന് വന്ന ആളാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഒരു തവണ വന്നായിരുന്നു, അപ്പം സ്ഥലം അറിയാൻ വയ്യാത്തത് കൊണ്ട് തിരിച്ചു പോയി. ഇപ്പം പിന്നിന്ന് വിളിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടോ? അരാന്ത്ര വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. റെഡോ യെല്ലോ അരാന്ത്ര വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കണ്ടപ്പോൾ വേറെ ചെടികളും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറെ കളക്ഷനോടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ട്, ഇനിയും കുറെ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വാൻഡയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം വാൻഡ വാങ്ങിച്ച്, വാൻഡ ഒന്നും നമ്മൾ അയക്കാനും വേണ്ടിയിട്ടുള്ള വാൻഡയൊന്നും നമുക്ക് വിടില്ല. ഇവിടെ ബഡ് വരുന്ന വാൻഡ ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് അയക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വാൻഡയൊന്നും നമ്മളിപ്പോൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ അയക്കുന്ന ചെടികളാണ് നമ്മുടെ മൊക്കാറ ഉണ്ട്, പിന്നെ അതേപോലെ ഇതേപോലെ ഡെൻഡ്രോബിയം, അങ്ങനെ കുറേ പ്ലാന്റ്സ്, തന്നെ അരാന്ത്ര 2 കളർ, അതൊക്കെ മാത്രമേ നമ്മളിപ്പോൾ ഓൺലൈനിൽ അയക്കുന്നുള്ളൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയറുകളൊന്നും ഇപ്പോൾ അയക്കാതിരിക്കുകയായിരുന്നു. ഓണത്തിന് ഒരുപാട് തുണികളുടെയും ഓർണമെൻറ്റ്സിൻ്റെയും ഒക്കെ സെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഇതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്നത് കൊണ്ട് നമ്മൾ അയക്കാതിരിക്കുകയായിരുന്നു. ഇനി നാളെ മുതൽ നമ്മളുടെ കൊറിയർ വീണ്ടും അയക്കാൻ തുടങ്ങും. അപ്പോൾ അരാന്ത്രയുടെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. യെല്ലോയും റെഡും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നാളെ മുതൽ നമുക്ക് അയക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നമ്മൾ നാളെ മുതൽ അയക്കാൻ തുടങ്ങും. എല്ലാ തവണയും നമുക്ക് കിട്ടുന്ന സെയിം പ്ലാന്റ് സൈസ് തന്നെയാണ് നമുക്ക് ഈ തവണയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെയിം പ്ലാന്റ് തന്നെയാണ്. അതേപോലെ യെല്ലോയ്ക്കകത്ത് കൂടുതലും ബഡുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഓർക്കിഡാണ് അരാന്ത്ര. ഇത് കട്ട് ഫ്ലവറിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടി വളർന്നു വരികയും നമുക്ക് അതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് ഈ അരാന്ത്ര. വലിയ കെയറിങ്ങോ അസുഖങ്ങളോ ഒന്നും ഈ ഒരു ചെടികൾക്ക് അധികം വരാറില്ല. ഞാനിവിടെ ചെടികൾക്ക് 2 ദിവസം കൂടുമ്പോൾ അതിന് വളപ്രയോഗം നടത്താറുണ്ട്. അപ്പോൾ ഏത് വളമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അളവ് കുറച്ചിട്ട് നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരാന്ത്രയ്ക്കും ഞങ്ങൾ അതേപോലെ തന്നെയാണ് വളം ചെയ്തു കൊടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായും നമ്മൾ സാഫ് സ്പ്രേ ചെയ്യാറുണ്ട്. സാധാരണ അഴുകൽ പോലുള്ള അസുഖങ്ങളൊന്നും അരാന്ത്രയ്ക്ക് വരാറില്ല. നമ്മുടെ മൊക്കാറയ്ക്ക് വരാറുള്ളത് പോലെയുള്ള വലിയ അസുഖങ്ങളൊന്നും ഈ അരാന്ത്രയ്ക്ക് വരാറില്ല. മഴയും വെയിലും ഏറ്റാലും ഒന്നും ഒരു കുഴപ്പം വരാത്ത ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തുടക്കക്കാർക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഓർക്കിഡ് ചെടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഗോമൂത്രം. അപ്പം ഗോമൂത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെടികളുടെ വേരുകളിൽ നന്നായിട്ട് വേരുകൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഓർക്കിഡിന് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളിൽ ഏറ്റവും നല്ല വളങ്ങളിലൊന്നാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചെടുക്കുന്നത്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കടലപ്പിണ്ണാക്കിൻ്റെ തെളി ഊറ്റിയെടുത്ത ശേഷം അതിനകത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തേങ്ങാവെള്ളവും ഓർക്കിഡിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന നല്ലൊരു വളമാണ്. തേങ്ങാവെള്ളം ഇതേപോലെ നമുക്ക് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഓർക്കിഡ് വളർത്തിയെടുക്കാം.